അപ്രധാന മുടികൾ വേണമെങ്കിൽ തമിഴിലേക്ക് മൊഴി മാറ്റാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. എൻ്റെ ഈ തമ്പനിയിൽ ടെക്സ്റ്റ് കണ്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ട് കാണും. അതിൽ ചില ആളുകളുടെ പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ശരീരത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഈ അപ്രധാന മുടികൾ എന്നത് ഒരു ഇറിറ്റേഷൻ തന്നെയാണ്. അവയ്ക്ക് അവിടെ അവ ഇരിപ്പുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ചില ചൊറിച്ചിലുണ്ടാക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ധർമ്മമൊന്നും ചെയ്യാനായിട്ടില്ല. ആ ഒരു ചൊറിച്ചിലിന് പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിലപ്പെട്ട സമയം പോകും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. 2026 എത്തി നിൽക്കുമ്പോഴും നമ്മുടെ ചർച്ചകൾ ഇത്തരത്തിലുള്ള ചില അപ്രധാന മുടികളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത് ഒരു പരാജയം തന്നെയാണ്. ഇന്നും സ്ത്രീയെയും പുരുഷനെയും ഇങ്ങനെ ചേരികളിൽ നിർത്തി രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ചിട്ടും അവകാശങ്ങളെക്കുറിച്ചിട്ടും ഇങ്ങനെ സെപ്പറേറ്റ് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് എന്ന് പറയുന്നത് നമുക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് അവൻ ആണോ പെണ്ണോ ട്രാൻസ്ജെൻഡറോ ആരും ആയിക്കോട്ടെ, അവൻ്റെ അവകാശങ്ങൾ എന്താണെന്നും നിയമം എങ്ങനെ സംരക്ഷിക്കും അവനെ എന്നുള്ളതും ഉത്തരവാദിത്വത്തോടെ എങ്ങനെ പെരുമാറണം എന്നുള്ളതും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു വ്യക്തിയുടെ പരാജയമാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അയാൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ചില ആളുകൾക്ക് പുരുഷാവകാശവും ഫെമിനിസം ഒക്കെ പറഞ്ഞ് അത് വളരെ തീവ്രമായിട്ട് ഇങ്ങനെ ആളുകളുടെ മുൻപിലേക്ക് പ്രസൻറ്റ് ചെയ്തിട്ട് ഓരോ സംഘങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ നേതാവായിട്ട് നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ എപ്പോഴും ഉണ്ടാവുന്നത്. ഇവരുടെ ഈ ഒരു ചർച്ചകളൊക്കെ കാണുന്നത് തന്നെ വലിയൊരു കോമഡിയാണ്. ഇവരുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആ ഒരു രാഷ്ട്രീയമായിട്ട് ചേർത്ത് വെച്ചിട്ട് കുറേയധികം ചിഹ്നങ്ങളൊക്കെ വാരി അണിഞ്ഞ് വന്ന് എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാട്ടുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് 2 ആമക്കളാവുന്നത്, നാളെ അവർക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തു പറ്റുമോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനെ ആണിന്റെ വേദനയും പ്രശ്നം പറയുമ്പോൾ ആൾക്കാർ കളിയാക്കുകയും ഇവരെല്ലാം പീഡകന്മാർക്ക് വേണ്ടി എന്ന് പറയാറുണ്ട്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇന്ന് വീണ്ടും വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം കണ്ടു, തമ്മിൽ എന്നുള്ള ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ഒരു ഷോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പാഴായി പോയിട്ടുള്ള 2 മണിക്കൂറുകളായിരുന്നു അത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അപ്രധാന മുടികൾക്ക് സമാനമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയുമായിട്ട് നടക്കുന്ന കുറേയധികം ആളുകൾ കൃത്യമായ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ ചില കാര്യങ്ങൾ ഇങ്ങനെ വലിയ വായിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീവ്ര ഫെമിനിസ്റ്റ് സൈഡിൽ നിന്നുള്ള ചില ആളുകളും വിവരം കെട്ട പുരുഷപക്ഷ ടീമിലെ ചില ആളുകളുമൊക്കെ ആ ഒരു ഷോയെ മൊത്തത്തിൽ കുറേയധികം വിവരം കെട്ട വീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ഇടമാക്കി അങ്ങോട്ട് മാറ്റി. വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ട ഇങ്ങനെയുള്ള ഇടങ്ങളിൽ വെറുതെ ബഹളം വയ്ക്കുന്ന കുറേയധികം ജെൻഡർ വാർ നടത്തുന്ന ആളുകൾ, ഒരു ജെൻഡർ വാറിൻ്റെ ഒരു സാധ്യതയോ അല്ലെങ്കിൽ ജെൻഡർ വാറിന് ഒരു സ്ഥാനമോ നിലവിലിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആ ഒരു സംഭവത്തിലില്ല. ഇനി ഈ ചർച്ചകൾക്കൊക്കെ കാരണമായിട്ടുള്ള യഥാർത്ഥ സംഭവത്തിലേക്ക് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ. അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് വീഡിയോ ഇട്ട സ്ത്രീയുടെ ക്രിമിനൽ ഇൻറ്റൻഷൻ ഏറെക്കുറെ വ്യക്തമാണ്. കാരണം ആ ഒരു വീഡിയോകളിലൊന്നും ഈ ഒരു ആരോപണത്തെ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പുരുഷപക്ഷവാദികൾ പറയുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇല്ലാതാക്കാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ചർച്ചയിൽ പങ്കെടുത്ത തീവ്ര സ്ത്രീപക്ഷവാദികളാകട്ടെ അവരുടെ ഒരു ന്യായീകരണം ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അവൾ അങ്ങനെ പ്രതികരിച്ചല്ലോ, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ഉള്ള ചില ചോദ്യങ്ങളൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത്. പ്രതികരിക്കേണ്ടതാണ്, പ്രതികരിക്കുന്നത് നല്ലതാണ്, അത് മാതൃകയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? ഈ പ്രതികരിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ മാത്രമാണ് ഒരു മാർഗം എന്നുള്ള രീതിയിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത സ്ത്രീപക്ഷവാദികൾക്ക് എന്തുകൊണ്ട് നിയമപുസ്തകത്തിലെ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയില്ല എന്ന് ഞാൻ പല സാഹചര്യങ്ങളിലും ആലോചിക്കാറുണ്ട്. നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു അതിക്രമം നേരിടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ടതാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും എന്താണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? പ്രതികരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോടെങ്കിലും ഈ ഒരു കാര്യം പങ്കുവെക്കുക. അതേപോലെ തന്നെ സമാനമായിട്ടുള്ള അനുഭവം നേരിട്ടിട്ടുള്ള ഒരാളുണ്ട് എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അയാളെ ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തുക. ആ ഒരു ബസ്സിലെ അധികാരി ആരാണ്? അവിടെ ഒരു കണ്ടക്ടറുണ്ട്, ഡ്രൈവറുണ്ട്. അപ്പോൾ കണ്ടക്ടറുടെ അടുത്ത് നിങ്ങൾക്ക് കാര്യം പറയാം. അപ്പോൾ ഈ ഒരു പ്രശ്നം വളരെ സീരിയസ് ആണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് സീരിയസ് ആയിട്ട് വളരെയധികം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറോട് നിർദ്ദേശിക്കാം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ ട്രാഫിക്കിൽ ഒരു പോലീസുകാരൻ കാണും, അയാളുടെ സഹായം നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാം. ബസ്സിലുള്ള ഒരാളുടെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാം. ഇങ്ങനെയുള്ള കുറേയധികം മാർഗ്ഗങ്ങൾ പ്രതികരിക്കാനായിട്ട് ഫോർമലായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പ്രതികരിക്കുന്നതിനേക്കാട്ടിലും ബെറ്റർ, അങ്ങനെ പ്രതികരിക്കുന്നതിനേക്കാളിലും സേഫ്, അങ്ങനെ പ്രതികരിക്കുന്നതിനേക്കാളിലും നീതി ലഭിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലായിട്ട് ഇത് ചിത്രീകരിച്ച് 3-4 ദിവസത്തിന് ശേഷം പോസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്നുള്ള ഒരു ഐഡിയ എങ്ങനെയാണ് ഇവരുടെ മൈൻഡിലേക്ക് വരുന്നത്? ഈ ഇൻസ്റ്റഗ്രാം വഴിയുള്ള ശാക്തീകരണം എന്ന് പറയുന്നതും ഈ തീവ്ര ഫെമിനിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പോയ ചില പരിപാടികളാണ്. ഇപ്പോൾ മീറ്റു മൂവ്മെൻറ്റിനെയൊക്കെ ഞാൻ എതിർത്ത വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് ഒത്തിരിയധികം ആളുകൾ വിമർശനങ്ങളുമായി എത്തി. ഈ വീഡിയോ ചെയ്യുന്ന ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പൊതുജനങ്ങളോ
അല്ലെങ്കിൽ നിയമ സംവിധാനമോ ഇമോഷണലായിട്ടല്ല പല കാര്യങ്ങളും നോക്കിക്കാണുന്നത്. നിങ്ങൾ ഇമോഷൻസിൻ്റെ ഒരു പ്രാധാന്യമില്ല. നിങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിൻ്റെ ബർഡൻ ഓഫ് പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്ത നഷ്ടങ്ങൾ കൂടുതലായിട്ടുണ്ടായ ആൾ എന്ന് ആളുകൾക്ക് തോന്നുന്ന ആളുകളുടെ കൂടെയൊക്കെ ചിലപ്പോൾ കൂടുതലായിട്ട് ഒരു സൈഡ് ചായ്വോടെയൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ വളരെ രോഷത്തോടെ നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഫെമിനിസം, അതിൻ്റെ രാഷ്ട്രീയം, സ്ത്രീ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ, അവകാശ പോരാട്ടങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു രീതിയിൽ തന്നെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ മൊബൈലിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്ക് മാത്രം ഒതുങ്ങുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ മീ ടു ക്യാമ്പയിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ വീണ്ടും പറയുന്നത് അതൊക്കെ തന്നെയാണ്. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് യാതൊരുവിധ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് പറയുന്നു എന്നുള്ളതൊന്നും കാലാകാലങ്ങളോളം നമുക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഈ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ പ്രതികരണങ്ങൾക്കും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ സംഭവിക്കുന്നത്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ആദ്യം ചെയ്യേണ്ട ചില സ്റ്റെപ്പുകൾ, മുന്നേ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാമിലെ ഈ ഫെമിനിസമൊക്കെ പലപ്പോഴും റീച്ചിലേക്കും അതേപോലെ തന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ, സ്ത്രീ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളൊക്കെ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷനിലേക്കും വസ്ത്രത്തിൻ്റെ അളവിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ ചില ദുരന്തങ്ങളും വേറെ ഉണ്ട് കേട്ടോ. അത് ഈ പറയുന്നത് ആരാണ്, പറയേണ്ടത് എന്ത് രീതിയിലാണ്, പറയുന്ന ആളുകളുടെ ക്വാളിറ്റി എന്താണ്, അത് ഏത് രാഷ്ട്രീയമാണ് എന്നുണ്ടെങ്കിലും അതൊന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു പുരുഷനിൽ നിന്ന് തനിക്കേറ്റ എന്തെങ്കിലും ഒരു ദുരനുഭവം, അല്ലെങ്കിൽ തൻ്റെ അച്ഛനിൽ നിന്ന്, അല്ലെങ്കിൽ സഹോദരനിൽ നിന്ന്, ഭർത്താവിൽ നിന്ന് ഏറ്റ ഒരു ദുരനുഭവം, ആ ഒരു അനുഭവം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പുരുഷന്മാരും ജഡ്ജ് ചെയ്തിട്ട് ആ ജഡ്ജ് ചെയ്യുന്ന ആളുകൾ ഫെമിനിസ്റ്റുകളുടെ മുൻപന്തിയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ട്രോമകൾ മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അവർ ഇമോഷണലായിട്ടായിരിക്കും കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഫെമിനിസ്റ്റ് സർക്കിളുകളിലെ ഡിസ്കഷൻസിലൊക്കെ സ്ഥിരമായി കാണുന്നത് ഈ ട്രോമ തുറന്നു പറച്ചിലുകളാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ്റെ സമയത്ത് തുറന്ന് പറയുന്ന തരത്തിലേക്കുള്ള ട്രോമകൾ ഒരു പബ്ലിക് സ്പീച്ചിൻ്റെ ഭാഗമായിട്ട് പറയുന്നു. അത് ആളുകളുടെ ജഡ്ജ്മെൻറ്റുകൾക്ക് വിധേയമാവുന്നു. ജഡ്ജ്മെൻറ്റുകൾക്ക് വിധേയമാവുന്നതും ആ ഒരു ജഡ്ജ് ചെയ്യുന്നതും ഒക്കെ വളരെ മോശമായിട്ടുള്ള സൊസൈറ്റിയുടെ ഒരു സൈഡാണെന്ന് നമുക്ക് പറയാം എന്നുണ്ടെങ്കിലും മൂവ് ഓൺ ആയിട്ടില്ല, ഇപ്പോഴും ആ ഒരു ട്രോമയിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടും കുറേയധികം ആളുകൾ ഇതിനെ കൺസിഡർ ചെയ്യും. പിന്നെ എല്ലാ വിഭാഗത്തിലും, അത് സ്ത്രീയിലും പുരുഷനിലും ഒക്കെ വിഡ്ഢികളായിട്ടുള്ള ആളുകളുണ്ട്. അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, എന്ത് കോലം കെട്ടിയിട്ടാണെങ്കിലും അറ്റൻഷൻ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ട്രോമകളെ ക്രിയേറ്റ് ചെയ്യുകയും അതിനെ എക്സാഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് അതിജീവിത അല്ലെങ്കിൽ സർവൈവർ എന്ന് പറയുന്ന ആ ഒരു ടാഗിനാണ് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വേണമെങ്കിൽ പോലും കഥകൾ മെനയാനായിട്ട് മടിയുള്ള ആളുകൾ ഇല്ലാത്ത ഒരു നാടാണ് നമ്മുടേത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റലുകളും ഇതിനിടയിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ സ്ത്രീ ശാക്തീകരണം, അതേപോലെ തന്നെ ഫെമിനിസം, ഇതൊക്കെ കുറേയധികം മാനിപ്പുലേഷന് വിധേയമാവുന്നത് കൂടി ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എടുത്തു പറയുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. കുറേയധികം പെൺകുട്ടികളുടെ, കുറേയധികം സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി തന്നെ ലോസ് ആവുന്ന ഒരു പരിപാടിയാണ്. ആരോടോ താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി ഏതൊക്കെയോ തരത്തിലുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആളുകൾ സ്വന്തം പേജുകളിൽ ഈ ശാക്തീകരണത്തിൻ്റെ പേരിൽ സ്വയം ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതും ഒരു തരം അവിയൽ രാഷ്ട്രീയം തന്നെയാണ്. ശാക്തീകരണം എന്നത് ശരീരം ഉപയോഗിച്ചിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് മാത്രമല്ല, മറിച്ച് തലച്ചോറുള്ള ചിന്തകളെ ബലപ്പെടുത്തൽ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒഫൻസിനെ എങ്ങനെ സമീപിക്കണം എന്നതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിയമത്തെക്കുറിച്ചിട്ട് എങ്ങനെ ബോധം ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഈ ശാക്തീകരണത്തിൽ വരുന്നതാണ്. സമൂഹത്തിലെ വ്യക്തികളായിട്ട് ഇടപെടുക, അതിക്രമം നേരിടുന്ന സമയത്ത് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിയമപരമായിട്ട് പോരാടാനായിട്ടുള്ള അറിവ് ആർജിക്കുകയാണ് വേണ്ടത്. നമ്മൾ കാര്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ജെൻഡറിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു കാലത്ത്. മുന്നേ ഉള്ള കാലത്ത് അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇന്ന് ജെൻഡറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഓരോ ആളുകളുടെയും വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അവർ ഓരോ തരം ഒഫൻസുകളിലൊക്കെ ഏർപ്പെടുന്നു. അതിനെയൊക്കെ നമ്മളിങ്ങനെ ജെൻഡർ പരമായിട്ട് നോക്കി കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഈ ജെൻഡർ വാർ മാത്രം ഇവിടെ നടക്കത്തുള്ളൂ, വാദപ്രതിവാദങ്ങൾ മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്നു. അത് വ്യാജമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനും ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം. എന്നാലും അദ്ദേഹം അത് താങ്ങാൻ വയ്യാതെ ദുർബലനാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ്. ഒരു സൈഡിൽ ഒരുത്തരെ നോക്കുക, സ്ഥിരമായിട്ട് പിടിക്കപ്പെടുന്ന സവാദ് ഇപ്പോൾ 2 or 3 തവണയായിട്ട് പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. സ്ഥിരമായിട്ട് ചാനലിൽ നമുക്ക് കാണാം. അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. അയാൾ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അയാൾക്കൊരു നാണമില്ല. ഇവരെല്ലാം ഒരു ജെൻഡറിലുള്ളതാണ്. നമുക്കപ്പോൾ ഒരു ജെൻഡർ മറ്റൊരു ജെൻഡറിനെതിരെ അങ്ങനെ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? വ്യാജ ആരോപണങ്ങളും വ്യാജ പരാതികളും ഉന്നയിക്കുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടം ഒരു സൈഡിൽ നിൽക്കുന്നു. സ്ഥിരമായിട്ട് ബസ്സിൽ അതിക്രമം നടത്തുന്ന ഒരു കൂട്ടം ടീമുകൾ, ഞരമ്പന്മാരെന്ന് നാട്ടിൽ വിളിക്കുന്ന ടീമുകൾ ഒരു സൈഡിൽ നിൽക്കുന്നു. ഈ പറയുന്ന ക്രിമിനൽസ്, 2 സൈഡിലുള്ള ക്രിമിനൽസ്, അങ്ങനെയുള്ള ആളുകളുടെ വ്യക്തിത്വം
അതിനെ മാറ്റി നിർത്തിയിട്ട് നമ്മളിവിടെ ജെൻഡർ വാർ നടത്തുന്നത് എത്ര ഫൂളിഷ്നെസ്സാണ്. ഈ പുരുഷാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചിഹ്നങ്ങൾ ധരിച്ചിട്ട് ഫെമിനിസ്റ്റ് ആവാൻ വേണ്ടി നടക്കുന്ന കുറേയധികം ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ആളുകൾ എന്തൊക്കെയോ അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി കുറേയധികം ചർച്ചകൾ ഉണ്ടാക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള പരിപാടികളെ കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നാറുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.